പുതിയ ഭരണാധികാരി ഇറാന്റെ തലപ്പത്തെത്തിയിട്ടും ഭരണവിരുദ്ധ വികാരം ശക്തമാവുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം ഇപ്പോൾ ഒരു കൂട്ടം ജനത പുതിയ പരമോന്നത നേതാവിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അഴിച്ചുവിടുന്നത്. മുജ്തബയ്ക്ക് മരണം ഉടൻ ഉണ്ടാകുമെന്ന മുദ്രാവാക്യങ്ങളാണ് മുഴക്കുന്നതും. 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആകട്ടെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. ഖൊമൈനി ഭരണം ഇനിയും ഇറാൻ ആവശ്യമില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുതിയ ഭരണം വീണ്ടും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള രോഷത്തിന് കാരണമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു രീതിയിൽ ഇത് അലയടിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായി തന്നെ മുജ്തബ ഖൊമൈനിയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ടെഹ്റാനിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയതായി തന്നെ രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖൊമൈനിക്ക് പകരക്കാരനായി തന്നെയാണ് 56-കാരനായ മുജ്തബ ഖൊമൈനിയെ പരമോന്നത നേതാവായി തന്നെ ആ സ്ഥാനത്തേക്ക് വാഴിച്ചിരിക്കുന്നത്. മുജ്തബയുടെ നിയമനം അത് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ടെഹ്റാനിലെ എക്താബൻ ആ പരിസരത്തുള്ള വീടുകളുടെ ജനലുകൾക്കിടയിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുജ്തബയ്ക്ക് മരണം എന്ന് പേർഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന 17 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നതും. ഇറാനിലെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സ് കഴിഞ്ഞ ദിവസം മുജ്തബയെ പരമോന്നത നേതാവായി തന്നെ ഔദ്യോഗികമായി തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ഇറാനിലെ വിപ്ലവ പാരമ്പര്യത്തിന് വിരുദ്ധമായി അധികാരം അവിടെ പിതാവിൽ നിന്ന് മകനിലേക്ക് കൈമാറുന്നതിനെ ജനങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗം എതിർക്കുകയാണ് ചെയ്തതും. ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി തന്നെ അടുത്ത ബന്ധമുള്ള മുജ്തബ ഖൊമൈനി ആകട്ടെ തന്റെ പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനായി തന്നെയാണ് അറിയപ്പെടുന്നതും. ഇസ്രായേൽ US സഖ്യമായുള്ള യുദ്ധം അത് തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു നേതൃമാറ്റം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ ഈ രഹസ്യ നീക്കം പേര് പോലും പുറത്തേക്ക് പറയാതെ തന്നെയാണ് ഇവർ രഹസ്യമായി ഇത് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലുള്ള പ്രഖ്യാപനം തന്നെയാണ് പിന്നീട് ഉണ്ടായതും. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തന്നെ മുജ്തബ ഖൊമൈനിയെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പഴയ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഖൊമൈനി. പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പുരോഹിതരുടെ കൂട്ടായ്മയായ വിദഗ്ധരുടെ അസംബ്ലി ഭൂരിപക്ഷ സമവായത്തിൽ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായതും. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആകട്ടെ ഇറാന് പിന്തുണയുള്ള ലെബനീസ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയും മുജ്തബ ഖൊമൈനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പിതാവിന്റെ ഭരണകാലത്ത് ആ ഭരണകാലത്ത് തന്നെ മുജ്തബ ഖൊമൈനി ഇറാന്റെ സുപ്രീം ലീഡറുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നതായി തന്നെ ഇവിടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇവിടെ മറ്റ് ഇന്റലിജൻസ് സർവീസുകളുമായുള്ള ആഴത്തിലുള്ള ബന്ധം കാരണം അതിന്റെ ഗേറ്റ് ക്ലിപ്പിംഗ് ആകട്ടെ അത് നടത്തിയിരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആയത്തുള്ള അലി ഖൊമൈനിയുടെ മൻസൂറെ ഖൊജ്ദെ എന്ന ഒരു രണ്ടാമത്തെ മകനാകട്ടെ ആ ആൾ കൂടിയാണ് മുജ്തബ ഖൊമൈനി. അതേപോലെ തന്നെ 1969 സെപ്റ്റംബർ 6 വടക്ക് കിഴക്കൻ ഇറാനിലെ ഒരു പ്രധാന ഷിയ മതകേന്ദ്രമായ മഷാദിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും ഉന്നത മത പഠനത്തിനും ശേഷം മുജ്തബ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ചേരുകയാണ്, അവിടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. 1987-88 കാലഘട്ടത്തിൽ ഇറാഖ് ഇസ്രായേൽ യുദ്ധത്തിന്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹം അവിടെ വലിയ രീതിയിൽ ഒരു ബറ്റാലിയനൊപ്പം തന്നെ സേവനം അനുഷ്ഠിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. വളരെ അപൂർവമായി മാത്രം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മുജ്തബ ഖൊമൈനി ആകട്ടെ ഇതുവരെ ഔദ്യോഗിക സർക്കാർ പദവികളൊന്നും തന്നെ വഹിച്ചിട്ടില്ല. എങ്കിലും 2019 US ട്രഷറി വകുപ്പ് മിസ്റ്റർ മുജ്തബയ്ക്കെതിരെ തന്നെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുജ്തബ ആകട്ടെ ഇറാനിൽ അധികാരത്തിലെത്തുന്നത് തങ്ങൾക്ക് സൗകര്യമല്ല എന്ന് നേരത്തെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.